ബ്രൂണോ 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 അവർ പോർച്ചുഗീസ് മാഗ്നിഫിക്കോ അവർ എൽ കപ്പിത്താനോ. ഈ ഒരു പേര് മാത്രമാണ് സണ്ടർലാൻഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ച് നടക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. കാരണം ഈ കളിയിൽ ജയത്തിനെക്കാട്ടും കൂടുതൽ എനിക്ക് ആവശ്യം ഈ ബ്രൂണോ ഫെർണാണ്ടസ് അസിസ്റ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഈ കളി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മളിങ്ങനെ തിയറി ഹെൻറിക്കും ഡിബ്രോയിനയ്ക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ബ്രൂണോ അവൻ്റെ പേര് സ്വർണ്ണ ലിപികളാൽ പ്രീമിയർ ലീഗിൻ്റെ അസിസ്റ്റ് റെക്കോർഡിൽ ചേർക്കപ്പെടട്ടെ എന്നാണ് എൻ്റെ ഒരു വിഷ്. അതാണ് എൻ്റെ ഈ കളിയിലെ മെയിൻ സംഭവം ഞാൻ നോക്കിക്കാണുന്നത്. റിസൾട്ട് വേണം, ജയിക്കണം, നമ്മൾ നന്നായി കളിക്കണം, അതൊക്കെ ഉണ്ട്. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ആ 2 അസിസ്റ്റ് എന്നിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ബാക്കി 2 കളി കൂടി ഈ സീസണിൽ കണ്ട് നമുക്ക് സീസൺ തീർക്കാം. ഇനി ഈ കളിയിലോട്ട് വരുമ്പോൾ സിറ്റ് ബാക്ക്, റിലാക്സ്, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ പേടിക്കാനില്ല. അപ്പോൾ സിറ്റ് ബാക്ക്, റിലാക്സ്, കൂട്ടത്തിൽ നല്ലൊരു പെർഫോമൻസ് ക്യാരിക്കിൻ്റെ സൈഡിൽ നിന്നും ആസ്റ്റൺ വില്ലയ്ക്ക് ശേഷം ഒരു ത്രൂ ഔട്ട് 90 മിനിറ്റ്സ് ഒരു നല്ലൊരു പെർഫോമൻസ് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരഴിഞ്ഞാട്ടം, അതായത് നമ്മുടെ ക്രിയേറ്റീവ് പ്ലേയേഴ്സിൻ്റെയും അറ്റാക്കിംഗ് പ്ലേയേഴ്സിൻ്റെയും നമ്മുടെ കുനിയ പറഞ്ഞ പവർ ഹൗസിൻ്റെ ഒക്കെ ഒരു അഴിഞ്ഞാട്ടം ഞാൻ സ്റ്റേഡിയം ഓഫ് ലൈറ്റ് സണ്ടർലാൻഡ് സ്റ്റേഡിയത്തിൽ കാണാൻ ആഗ്രഹിക്കുകയാണ്. കൂട്ടത്തിൽ പറ്റുകയാണെങ്കിൽ നമ്മുടെ ആ കാരിങ്ടണിൽ നിന്നുള്ള നല്ല കിടിലൻ ജെമ്മ് പോലത്തെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്, ചെക്കന്മാരുണ്ട്, അവരും കൂടിയാണ് വീട്, അഴിഞ്ഞാടം വീട്. എന്നിട്ട് അവരും പോയിട്ട് അഴിഞ്ഞാടട്ടെ, മൊത്തം ഒരു അഴിഞ്ഞാടം നടത്തട്ടെ, കുറേ ഗോൾ അടിക്കട്ടെ, കുറച്ച് ചാൻസ് ക്രിയേറ്റ് ചെയ്താൽ. അതാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം നമുക്കിനി ഒന്നുമില്ല, നമുക്ക് എല്ലാം നേടി തന്നെ ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ലക്ഷ്യം യൂസ് ചെയ്യലായിരുന്നു, നമ്മൾ നേടി. അപ്പോൾ ഇനി അങ്ങോട്ട് അഴിഞ്ഞാട്ടം നടത്തട്ടെ, പിള്ളേർ പോയിട്ട് മാക്സിമം ഗോൾ അടിക്കട്ടെ, ബ്രൂണോ അസിസ്റ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യട്ടെ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ചില കാര്യങ്ങളുണ്ട്, അതായത് ഈ കളിയിലോട്ട് വരുമ്പോൾ എനിക്ക് മിസ്സാവുന്നൊരു പ്ലെയർ സെസ്കോ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സെസ്കോൻ്റെ സ്റ്റാറ്റ് ഞാൻ ആദ്യം പറയാം. അതായത് കാരിക്കിൻ്റെ അണ്ടറിൽ 595 മിനിറ്റ് കളിച്ചതിൽ നിന്ന് സെസ്കോ 7 ഗോൾ അടിച്ചിട്ടുണ്ട്. അതായത് ബേസിക്കലി എവറി 85 മിനിറ്റ്സ്, ഓരോ 85 മിനിറ്റിലും സെസ്കോ ഒരു ഗോൾ അടിക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്റ്റാറ്റ് പറയുന്നത്. പക്ഷേ ആ സെസ്കോ കൂട്ടനെ നമ്മൾക്ക് ചിലപ്പോൾ ഈ കളിയിൽ മിസ്സാവും. കാരണം സെസ്കോ ചിലപ്പോൾ ഒരു ഇഞ്ചുറി കാരണം പുറത്തിരിക്കുന്നതാണ് ന്യൂസ് വരുന്നത്. കൂട്ടത്തിൽ സണ്ടർലാൻഡിൻ്റെ പ്ലെയർ ആയിട്ടുള്ള ബലാഡ്, അവരുടെ മെയിൻ ഡിഫൻഡറാണ്, ബലാഡ് എന്നാണ് പേര്, അവൻ ഈ കളിയിൽ സസ്പെൻഡ് ആയിട്ട് പുറത്തിരിക്കുകയാണ്. സോ ഒരു വീക്കെൻഡ് ഡിഫൻസീവ് സൈഡാണ് സണ്ടർലാൻഡിനുള്ളത്. മേ ബി ഒരു വീക്കെൻഡ് സൈഡാണ് അറ്റാക്കിംഗ് വൈസ് യുണൈറ്റഡിനുള്ളതെന്ന് പറയാം, കാരണം സെസ്കോ ഇഞ്ചേർഡാണ്. ഇനി ഞങ്ങളുടെ ലൈനപ്പ് കാണിക്കാം, എൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഞാൻ കാണിക്കാം. അത് ഞാൻ കാണിക്കുന്നത് ബേസിക്കലി ഗോൾ കീപ്പർ ആരാണ്, ഓഫ്കോഴ്സ് സെന്നി ലാമൻസ് ആണ്. ഡിഫൻസിൽ ആരാണ്, അതിൻ്റെ കൂട്ടത്തിൽ ആരാണ് മിഡ്ഫീൽഡ് കളിക്കുന്നത്. പിന്നെ ഫ്രണ്ട് 3 ഞാൻ ഒരു മിസ്റ്ററി ആക്കി വെച്ചിരിക്കുകയാണ്, അത് നിങ്ങൾ പിക്ക് ചെയ്യും. കാരണം സെസ്കോ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയായിരിക്കും നിങ്ങൾ ബലാഡ് ഇല്ലാത്ത സണ്ടർലാൻഡിനെതിരെ, അവരുടെ മെയിൻ ഡിഫൻഡർ ഇല്ലാത്ത സണ്ടർലാൻഡിനെതിരെ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ഫ്രണ്ട് 3 പിക്ക് ചെയ്യുക എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലോട്ട്. പിന്നെ ആ ബെല്ലേക്കൺ അമർത്താൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ കോമൻസൊക്കെ പറയാമെന്ന് കേട്ടോ. ഇനി നമുക്ക് ഞാൻ എൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനിൻ്റെ കാര്യം പറഞ്ഞു. ഹോം ആൻഡ് എവേ റെക്കോർഡ് ഞാൻ ടേബിൾ കാണിക്കുന്നില്ല. കാരണം ടേബിൾ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും സന്തോഷം മാത്രം, ചിരി മാത്രമേ ഉണ്ടാവുള്ളൂ മുഖത്ത്. ലിവർപൂളൊക്കെ നമ്മുടെ താഴെ നിൽക്കുന്നത് അതങ്ങനെയാണ്. അപ്പോൾ നമ്മൾ 6 പോയിന്റ് ക്ലിയർ ആണ് 4th കിടക്കുന്ന ലിവർപൂളിനായിട്ട്. പക്ഷേ ഞാനൊരു ടേബിളിൽ കാണിക്കുന്നത് ഹോം ആൻഡ് എവേ റെക്കോർഡാണ്. നമ്മുടെ ഹോം റെക്കോർഡ്, അല്ലെങ്കിൽ സണ്ടർലാൻഡിൻ്റെ ഹോം റെക്കോർഡ് എങ്ങനെയാണ്, നമ്മുടെ എവേ റെക്കോർഡ് എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് സണ്ടർലാൻഡിൻ്റെ ഹോം റെക്കോർഡിലോട്ട് പോകാം. സണ്ടർലാൻഡിൻ്റെ ഹോം റെക്കോർഡ് പോയി കഴിഞ്ഞാൽ, അതായത് അവരുടെ സ്റ്റേഡിയം ഓഫ് ലൈറ്റിൽ അവർ 17 കളി കളിച്ചതിൽ നിന്ന് 8 വിജയം, 5 സമനില, 4 തോൽവി. ഈ സണ്ടർലാൻഡ് എന്ന ടീം ഇനീഷ്യൽ ഫേസിലൊക്കെ ഹോം ഗ്രൗണ്ടിൽ തീരെ തോൽക്കാത്ത ടീമായിരുന്നു. ഇൻക്ലൂഡിങ് ആഴ്സണലിനെതിരെ അവർ സമനില പിടിച്ചു. ബ്രോബിയൊക്കെ ഉള്ള ഒരു വൃത്തിയായിട്ട് നല്ല ഒരു ന്യൂസൻ സ്ട്രൈക്കറാണ് ഈ ബ്രോബി. അത് നമുക്ക് പണിയാവും, അതവിടെ നിൽക്കട്ടെ. പക്ഷെ എന്നാലും ആഴ്സണലിനെതിരെ അവർ ഡ്രോ പിടിച്ചിരുന്നു. പക്ഷേ റീസെൻ്റായിട്ട് ലിവർപൂളോടെ പോയിട്ട് 1-0 സണ്ടർലാൻഡിനെ പൊട്ടിച്ചതിന് ശേഷം റീസെൻ്റ് ഒരു 5-6 മത്സരത്തിൽ അവർ 4 കളി പൊട്ടി. അപ്പോൾ അവരുടെ ഹോം റെക്കോർഡ്, റീസെൻറ്റ് ഹിസ്റ്ററിയിൽ അവരുടെ ഹോം റെക്കോർഡ് വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ 12ാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഹോം റെക്കോർഡിൽ. ഇനി നമ്മുടെ എവേ റെക്കോർഡ് എന്താണ്? മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എവേ റെക്കോർഡ് 17 മത്സരങ്ങൾ 6 വിജയം, 7 ഡ്രോ, 4 തോൽവി, +1 ഗോൾ ഡിഫറൻസ്. ഈ സണ്ടർലാൻഡ് ഹോമിൽ ഗോൾ അടിക്കുന്ന ടീമാണ്. നമ്മൾ എവേ ഗ്രൗണ്ടിൽ പോയിട്ട് അങ്ങനെ വലുതായിട്ട് ഗോൾ അടിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ ഒരു സമനിലയായാലും ഞാനിത് അത്ഭുതപ്പെടില്ല. എനിക്ക് തോന്നുന്നത് മിക്ക ഒരു 2-2 ഡ്രോ അല്ലെങ്കിൽ 3-3 ഡ്രോ ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പം ഒരു end-to-end ഗെയിം ആവാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം ആൻഡ് എവേ റെക്കോർഡ്. ഇനി എൻ്റെ പ്രഡിക്ഷൻ, മൈ പ്രഡിക്ഷൻ വുഡ് ബി എക്സാക്ട്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3-3 ആവാം. പക്ഷേ റീസൺ ഫോം എടുത്തു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് ഫ്ലൈയിങ് ഹൈ. എല്ലാ കളികളും, ഓൾമോസ്റ്റ് എല്ലാ കളികളും നമ്മൾ ജയിക്കുന്നു. സണ്ടർലാൻഡിൻ്റെ റീസൺ ഹിസ്റ്ററി ഹോം ഗ്രൗണ്ടിൽ അത്ര മികച്ചതല്ല, അവർ കുറേ കളിയിൽ തോൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഈ കളി ഒരു 3-0 അല്ലെങ്കിൽ 3-1 വിൻ ചെയ്താലും ഐ വുഡ് ബി ഹാപ്പി, അല്ലെങ്കിൽ ഞാൻ അത്ര സർപ്രൈസ്ഡ് ആവില്ല. പക്ഷേ എൻ്റെ പ്രഡിക്ഷൻ 3-3 ആയിരിക്കും. എനിക്ക് തോന്നുന്നത് 2-3 ആയിരിക്കും സാധ്യത ഉണ്ട്. നിങ്ങളുടെ പ്രഡിക്ഷൻ താഴെ കോമെൻറ്റ് ചെയ്യുക.
പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ 2017 ശേഷം ആദ്യമായിട്ടാണ് സണ്ടർലാൻഡിൻ്റെ ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കാൻ പോകുന്നത്. ഏകദേശം 9 വർഷമായി. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്ക്വാഡിൽ നിന്നുള്ളൊരു പ്ലെയർ അവരുടെ ഗ്രൗണ്ടിൽ പോയിട്ട് ഇഷ്ടംമാതിരി കളിച്ചിട്ടുണ്ട്. ഓൾഡ് ട്രാഫോർഡ് പിച്ച് കഴിഞ്ഞാൽ സ്റ്റേഡിയം ഓഫ് ലൈറ്റ് പിച്ചാണ് ഈ പ്ലെയറിന് ഏറ്റവും അറിയുന്നൊരു പിച്ച്. ആ പ്ലെയർ ആരാണ്? തീർച്ചയായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യുക. നമുക്ക് ഗസ് ചെയ്യാൻ വേണ്ടി നോക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ കോമൻസ് ഒക്കെ താഴെ സെർവറാന്ന് കിട്ടും. ദിസ് ഇസ് മൈ മാച്ച് റിവ്യൂ ഫോർ സണ്ടർലാൻഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ലെറ്റ്സ് എൻജോയ് ദ മാച്ച്. വൈബ് ആവുക. ഇപ്പോൾ വൈബ് ഫുട്ബോൾ ആണല്ലോ, അതിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. വൈബ് ആവുക, മാക്സിമം എൻജോയ് ചെയ്യുക. നമ്മുടെ പിള്ളേർ പോയി അഴിഞ്ഞാടട്ടെ, മാക്സിമം ഗോൾ അടിക്കട്ടെ. ബ്രൂണോ ഫെർണാണ്ടസ്, നിങ്ങൾ വരുമ്പോൾ ആ അസിസ്റ്റ് റെക്കോർഡും കൂടി പിടിച്ചിട്ട് പോരെ, കാരണം നമുക്ക് എൻജോയ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മാച്ച് കാണാൻ എൻജോയ് ചെയ്യുക. നമുക്ക് മാച്ച് കഴിഞ്ഞ ശേഷം മാച്ച് റിയാക്ഷനിൽ പാക്കലാം. അതുവരയ്ക്കും സീ യു സൂൺ.